അസ്സലാമലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പതിവ് പോലെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് മോനിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ സ്നാക്ക് ബോക്സിൽ കൊടുക്കാനായിട്ട് ശർക്കരയിട്ട അടയാണ് തയ്യാറാക്കിയത്. അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു പാത്രം മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. സ്റ്റോർ സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ. കഞ്ഞോ പാലോ അതിൻ്റെ കൂടെ കിട്ടും. അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്ത് അവനെ വിടുന്നുണ്ട്. ടിഫിൻ ബോക്സ് ഞാൻ ബാഗിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലൊരു കവറിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബാഗിലോട്ടൊന്നും വെള്ളമാവില്ലല്ലോ. അതിൻ്റെ കൂടെ ഞാനൊരു ടെർക്കും കൊടുക്കാറുണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകി കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. 2-3 പ്രൊഡക്റ്റ് കാണിച്ച് തരാം. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു സ്റ്റീൽ ബോളില്ലേ, ഇത് നമുക്കിനി കിച്ചണിൽ വെക്കണ്ട, ഇത് കളയാം. ഇത് ഒരുപാട് ഡേഞ്ചറുമാണ്. ഇതിന് പൊട്ടി നമ്മുടെ ഫുഡിലൊക്കെ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അത് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ മഞ്ഞൾ മുളകിടുന്ന പാത്രങ്ങളൊക്കെ പഴയതായിക്കണ്, അതും മാറ്റണം എന്ന് ഒരുപാട് നാളായി വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതാണ്. മീഷോയിൽ ഇപ്പോൾ ദീപാവലീൻ്റെ ഓഫർ കാരണം കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഓർഡർ ചെയ്താണ്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇതിൽ 10 പീസാണ് കിട്ടിയത്. ഇതിനധികം റേറ്റ് ഒന്നും ഇല്ല, 100 താഴെയാണ് ഇതിന് കിട്ടിയത്. നല്ല സോഫ്റ്റുമാണ്. നമുക്ക് സ്റ്റീൽ ബോളിന് ബദൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ പോയിട്ട് വാങ്ങിക്കോട്ടോ. അടുത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ മഞ്ഞൾ മുളകിൻ്റെ പാത്രങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഒരു ബോക്സിൽ 4 ഭാഗമായിട്ടാണ് ഉള്ളത്. അതിനുള്ള സ്പൂണും ഉണ്ട്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റീൽ ബോൾ കൊണ്ട് തേച്ച് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സുഖമാണ്. നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാനും പാത്രങ്ങൾ കഴുകാനും നല്ല രീതിയിൽ വെളുക്കുകയും ചെയ്യുന്നുണ്ട്. പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ അധിക പേരും ഈ ഒരു സ്റ്റീൽ ബോൾ മാറ്റിയിട്ട് ഈ ഒരു മോഡലിൽ തന്നെ ആക്കിയിട്ടുണ്ടാവും. ഇതുവരെ ആക്കാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വാങ്ങിക്കോ. ഓൺലൈനിൽ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ ഇതിന് ചോദിച്ചാൽ ഒരുപാട് റേറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ച്, ഇതാകുമ്പോൾ നമുക്ക് അത് കഴുകിയിട്ട് നന്നായിട്ട് ആറ്റാനും വെക്കാം. അതുകൊണ്ട് കഴുകിയതാണ്. ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ലോണം തിളക്കം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിവിടെ ഒരു സൈഡിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അടുത്ത ആ ഒരു ബോക്സും കൂടി നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നന്നായിട്ട് കഴുകി ആറ്റി ഉണക്കി വെച്ചതാണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണമല്ലോ ഉപയോഗിക്കാനായിട്ട്. അതിലോട്ടേക്ക് ഞാൻ മഞ്ഞളും മുളകും, ഒരു ബോട്ടിൽ നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന മുളക്, മഞ്ഞൾ, മല്ലി, കുരുമുളകിൻ്റെ പൊടി, ഇതുപോലെയുള്ള ബോട്ടിൽ സെലക്ട് ചെയ്യാനും കാരണം നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മല്ലി, മുളക്, അതുപോലെ മഞ്ഞൾ, മുളക് ഇതൊക്കെ ഒരുമിച്ച് വേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഓരോ ബോട്ടിലെടുത്ത് പിന്നെ അടുത്തൊരു ബോട്ടിലെടുത്ത് ഈ ഒരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ ഈ ബോട്ടിലാകുമ്പോൾ ഒരൊറ്റ ബോട്ടിൽ തുറന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഒരുമിച്ചങ്ങ് അടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തത്. ഒരുപാട് മോഡൽ ബോട്ടിലുകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ മോഡൽ ഇഷ്ടമായത്. ഒരുപാട് യൂസ്ഫുള്ളും ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇനിയും വീഡിയോ ഇടാനൊക്കെ ഒരു ഉന്മേഷവും ആവേശമൊക്കെ തോന്നുന്നത്. ഇനിയും സപ്പോർട്ട് തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഭാഗം തന്നെ അപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരാം. എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.